ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഒരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത്. ഇത് നമ്മുടെ വിൻഡോസിലും മാക്കിലും അതേപോലെ ലിനക്സ് OSലുമെല്ലാം ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് അൺലിമിറ്റഡ്, അതായത് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ അല്ല, എത്ര കാലത്തേക്ക് വേണമെങ്കിലും ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. Kdenlive എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ആദ്യം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് Kdenlive എന്നാണെന്ന്. ഞാനിവിടെ Kdenlive എന്ന് സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിലായിട്ട് kdenlive.org എന്ന വെബ്സൈറ്റ്. ഇതിന് തൊട്ടതായിട്ട് കാണാൻ പറ്റും Kdenlive വീഡിയോ എഡിറ്റിംഗ് ഫ്രീഡം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റും സോഫ്റ്റ്വെയറും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ വേർഷൻ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ വേർഷൻ 21.12.2 ആണ്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും 21.12.1 ഉണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേർഷൻ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് കടക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു വിൻഡോ. അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി, വിൻഡോസിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. സ്റ്റാൻഡ് അലോൺ എന്നും ഇൻസ്റ്റാളബിൾ എന്നും. സ്റ്റാൻഡ് അലോൺ എന്നത് സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആവും. ഇൻസ്റ്റാളബിൾ എന്നത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എക്സി ഫയലായിട്ട് ഡൗൺലോഡ് ആവും. നമുക്കിവിടെ കാണിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാളബിൾ തന്നെ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നു. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞു. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഡൗൺലോഡ് ആവുന്നതിന് വേണ്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എത്ര കാലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇനി ഇതിൻ്റെ വേർഷൻ മാറിക്കഴിഞ്ഞാൽ പഴയത് അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇത് ഡൗൺലോഡ് ആവുന്നത് വരെ. ഇനി വീഡിയോയിൽ ഞാൻ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമേ കാണിക്കുകയുള്ളൂ. ഇത് ഡൗൺലോഡായി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡൗൺലോഡായി കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ ഡൗൺലോഡായി കഴിഞ്ഞു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഡൗൺലോഡായ ഫയൽ, ഇൻസ്റ്റാളേഷൻ ഫയൽ. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി, അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ അടിച്ച് ഇതുപോലെ ഓപ്പൺ കൊടുത്താലും മതി. ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. ഫസ്റ്റ് യെസ് കൊടുക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എല്ലാ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതും സെയിം ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാൾ ഫോർ എനിവൺ യൂസിങ് ദിസ് കമ്പ്യൂട്ടർ. അതും നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അതാ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഞാനിവിടെ ഫിനിഷ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു.
ഇതാണ് Kdenliveന്റെ വിൻഡോ. ഇനി ഇതിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും എഡിറ്റിംഗ് ചെയ്യുന്നതുമെല്ലാം വേറെ വേറെ വീഡിയോകളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ Kdenlive എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.